ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബംഗാളി ഭയ്യ വേണ്ട, അതിഥി തൊഴിലാളിയുടെ ആഗ്രഹം നിറവേറ്റുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒരാഴ്ച മുമ്പ് എൻ്റെ വീടിന്റെ പൈപ്പിന്റെ പണിക്ക് ഈ പുള്ളിക്കാരൻ വന്നായിരുന്നു. ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ കുറച്ചു നേരം സംസാരിച്ചു. എനിക്ക് ഹിന്ദി അറിയില്ല, പക്ഷെ പുള്ളിക്കാരന് നല്ല നല്ല മലയാളം അട്ടിപ്പൊളിയായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ ഞാൻ സംസാരിച്ചപ്പോൾ അവന്റെ ആഗ്രഹം ഹിമാലയത്തിൽ പോകണം, ഹിമാലയത്തിൽ ചെന്ന് ബൈക്കിൽ ഹിമാലയത്തിൽ പോകണം, റൈഡ് അടിക്കണം, അങ്ങനെയൊക്കെയാണ് അവൻ പറഞ്ഞത്. പക്ഷെ നമ്മളെ കൊണ്ട് ഹിമാലയത്തിനൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നീ തിരുവനന്തപുരത്തിന്റെ ഹിമാലയം കണ്ടിട്ടുണ്ടാന്ന് കേട്ടു. അപ്പോ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല ഞാന് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പൊന്മുടിയുടെ വീഡിയോ കാണിച്ചു കൊടുത്തു. പൊന്മുടിയുടെ വീഡിയോ കാണിച്ചപ്പം പുള്ളിക്കാരന് പോണം, പൊന്മുടി പോണം, ഭയങ്കര ആഗ്രഹവും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് അവന്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ അവനെയും കൊണ്ട് പൊന്മുടി പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ അതിഥി തൊഴിലാളി. ഭയ്യ കൈസേ, പൊന്മുടി പോണ്ടേ? പോവാം. പറയാനുള്ളതൊക്കെ പറ. ഞാൻ ഇറങ്ങി പൊന്മുടി എങ്ങനെ ഇരിക്കും? പൊന്മുടി എങ്ങനെ ഇരിക്കും? നല്ലായിരിക്കും. ആദ്യം നോക്കാൻ വേണ്ടി ഇറങ്ങി പോവാൻ രണ്ടുപേര്. ഭയ്യയുടെ സ്ഥലമൊക്കെ പറഞ്ഞോട്. സ്ഥലമൊക്കെ എവിടെയാ? നമ്മളെ സാധാരണ ആശ്രമം. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് എല്ലാവരും ഉണ്ട്. ഭാര്യയൊക്കെ ഇവിടെ ഉണ്ട്, ഞാനുണ്ട്, പിള്ളേരൊക്കെ വീട്ടിലുണ്ട്. ഞാൻ ചേട്ടായി ഇറങ്ങി പുള്ളിമോട് ഉണ്ടാക്കാൻ വേണ്ടി ഗൈസ്. അപ്പൊ നമ്മള് ഈ കോസ്റ്റ്യൂമിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്, കാരണം ഭയങ്കര മഴയാണ്. ഭയ്യ ഒരു ഹായ് പറ. ഹായ്. നമ്മളപ്പോ പോയിട്ട് വരാം ഗൈസ്. ഭയങ്കര മഴയാണ് ഇവിടെ, ഫുള്ളും മഴയാണ് ഗൈസ്. നമ്മളിതാ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ ഗൈസ്. അവിടെ 4 മണി വരെ ഉള്ളൂ. 4 മണിക്ക് ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്തായിരുന്നു നോക്കാം. എങ്ങനെയുണ്ട് ഭയ്യ? എങ്ങനെയുണ്ട്? ഇങ്ങനെയുണ്ട് ഗൈസ്. പൊട്ടാൻ മഴയാണ് ഗൈസ്, പൊട്ടാൻ മഴ. ഒരു രക്ഷയില്ലാത്ത മഴ. നമ്മളവിടെ കയറ്റി വിടുമെന്ന് അറിഞ്ഞുകൂടാ, പൊന്മുടി ക്ലോസ് ആണോ എന്ന് അറിഞ്ഞുകൂടാ, ഒരു രക്ഷയില്ലാത്ത മഴ. അറിഞ്ഞുകൂടാ ഗൈസ്, നോക്കാം. നമുക്ക് ഇവിടെ പാലം പണി നടക്കുന്നതുകൊണ്ട് ഇതുവഴിയേ പോകാൻ പറ്റുള്ളൂ, ഈ സൈഡ് വഴിയേ പോകാൻ പറ്റുള്ളൂ. അവിടെ ഒരു ചെറിയ പാലം പോലെ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇപ്പൊ മഴയൊന്നുമില്ല ഗൈസ്, വൻ വൈബാണ്, വൻ വൈബ്. ഓ മഴയൊന്നുമില്ല, മഞ്ഞ് വന്നു തുടങ്ങി ഗൈസ്, ഒരു രക്ഷയില്ല. സെറ്റ് സെറ്റ്. ഗൈസ് അങ്ങനെ ടിക്കറ്റ് എടുത്ത് 100 രൂപയാണ്, 2 പേർക്കും വണ്ടിക്കും കൂടെ 100 രൂപ. പക്ഷെ ഇവിടെ മുകളിൽ വന്നപ്പോൾ ഇവിടെ നെറ്റ് ഇല്ല, അപ്പം ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പം പിന്നെ എൻ്റെ കയ്യിൽ ക്യാഷും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഒരാളുടെ അടുത്ത് ചോദിച്ചാണ് അയാൾക്ക് അയച്ചു കൊടുത്തിട്ട് അയാളെ നിന്ന് പൈസ വാങ്ങി. അങ്ങനെയാണ് ഗൈസ് ടിക്കറ്റ് എടുത്തത്. നിങ്ങൾ വരുമ്പം ഒരു 100 രൂപയെങ്കിലും ചില്ലറ കയ്യിലെടുക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കിടുക്കാച്ച് വ്യൂ ഉണ്ട് ഗൈസ്. ഞാൻ അങ്ങോട്ട് ഇറങ്ങി നോക്കട്ടെ. എൻ്റെ പൊന്നെ എന്ത് വ്യൂ ഗൈസ്, എൻ്റെ പിന്നെ കിട്ടില്ല വ്യൂ ആണ് ഗൈസ് ഇവിടെ, കിട്ടില്ല വ്യൂ. പയ്യ അവിടെ ചെന്നു. പക്ഷെ ഞാൻ പയ്യക്ക് ഒരു ഫോട്ടോ എടുത്തു കൊടുക്കാം. കുറച്ച് ബാക്കിലോട്ട് പോയിക്കാം. വീട് ഗൈസ് ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റൂല. അങ്ങനെ മാമൻ ഇറങ്ങിയതുകൊണ്ട് കളിച്ചിരിക്കുകയാണ് ഗൈസ്. സീനാണ് മാമൻ. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്?
ഇല്ല, എത്തിയില്ല. നമ്മൾ ഇനിയാണ് ലാസ്റ്റ് നമ്മള് അങ്ങനെ പൊന്മുടിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഒട്ടും തിരക്കാണ്, സൺഡേ ആണ്ടായിരിക്കും വിഷയം തിരക്ക്. റൂബി, ഇതെന്തോന്നാണെന്ന് അറിയാമോ? പേടയാ? ഇത് വരയാട്. തൊട്ട് നോക്കണ? തൊട്ട് കുഴപ്പമില്ല, ഒന്നും പറയില്ല, നമ്മളെ ആൾക്കാർ തന്നെയല്ല. പോയി തൊട്ട് നോക്കിട്ടാ. ഇതുവഴി കറങ്ങി അല്ല, ഇതുവഴി അതൊക്കെ കയറിയിട്ട് തൊട്ടു. കയറി നോക്ക്, തൊട്ട് നോക്കിട്ട് വാ. തൊടാൻ തോന്നിയാ തൊടണം. ഇറങ്ങി ഇനി നിക്കില്ല, ഇനി നിന്ന സീനാവും. ഇറങ്ങിക്കോ പെട്ടെന്ന് ഇറങ്ങി. ഇതിന്റെ മുകളിലോട്ട് കയറുകയാണ് ഗൈസ്. പാറയുടെ ഏറ്റവും ടോപ്പ് ഉണ്ടല്ലോ, ടോപ്പ് മുകളിലോട്ട് അങ്ങോട്ട് കയറുകയാണ്. നോക്കട്ടെ എങ്ങനെയായിരിക്കും ഒന്ന്. വായി വ്ളോഗ് ചെയ്താണ് നടന്നു വരുന്നത് ഗൈസ്. കേട്ടോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്? ഫുള്ളും മഞ്ഞാണ്, എനിക്കിവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതിൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നെങ്കിലും ഉള്ളൂ. കാറ്റടിക്കണ എങ്ങനെയുണ്ട്? ഇവിടെ വന്നിട്ട് എത്ര വർഷമായി പോയി? 14 വർഷമായി. 14 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ. എങ്ങനെയുണ്ട്? നിങ്ങൾ ആസാമിലുണ്ടോ ഇതേപോലെ സ്ഥലം ഉണ്ടോ? കൂഹിമാൻ കൊള്ളാമോ? അവിടെ എങ്ങനെയാണ്? ഇത് സെയിം ആണോ? പിന്നെ കുറച്ച് വ്യത്യാസമുണ്ട്. എന്നാലും ഇത് കൊള്ളാല്ലേ? കൊള്ളാം. ഇനിയും വരണോ? ബാക്കി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോയിട്ട് വരാം. ഇതിന് അടുത്ത് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു സ്റ്റെപ്പ് കയറി മുകളിൽ ഫുള്ള് വ്യൂ കാണാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെ തൊട്ടാണ് നമ്മൾ പോകുന്നത്. കോപ്പിറൈറ്റ് അടിക്കുമെന്തോ പയ്യന്മാർ ഇവിടെ കിടന്ന് അർമാദനമാണ്. ഇതിന്റെ മുകളിലോട്ടാണ് നമ്മളെ കയറ്റി വിടേണ്ടത്. പക്ഷെ അത് കയറ്റി വിടത്തില്ല, കുറെ ചപ്പും ചവറൊക്കെ വെച്ച് മറച്ചിരിക്കുകയാണ് ഗൈസ്. വ്യൂ ആണ്. നമ്മൾ കുറച്ച് മുകളിലോട്ട് കയറി ഇവിടുത്തെ വ്യൂ ആണ്. അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാം. ഇവിടെ ഒരു രക്ഷയില്ലാത്ത താഴെ മുകളിൽ കയറിക്കും, കുഴപ്പമില്ല. ഇതില് ചവിട്ടി ഇതില് ചവിട്ടി ഇറങ്ങി ഐസ്. കാരണം അവിടെ 6 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറക്കി വിടും ഗൈസ്. അങ്ങനെ നമ്മൾ ഇറക്കി വിട്ടു. അങ്ങനെ നിന്നാൽ സീനാവും. സെറ്റ് വൈബായിരുന്നു ഗൈസ്. മഴ ആയതുകൊണ്ട് വീട്ടിൽ ഇരുന്നെങ്കിൽ ഷോക്കായി. സെറ്റ് നല്ല മഞ്ഞും നല്ല വൈബ്. ചെറിയ മഴ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് പൊന്മുടി വരണം ഗൈസ്. പൊന്മുടി വന്ന് നിങ്ങൾക്ക് ആ പൊന്മുടി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ മഴയുള്ള സമയത്ത് മഞ്ഞൊക്കെ വന്ന് ഗൈസ് ഫ്രണ്ടിലോട്ട് ഒന്നും കണ്ടുകൂടാ. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല.
നോക്ക് guys. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. റൂബി എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, സൂപ്പർ ഒക്കെ. ഇനി വരുമോ? ഇന്ന് വരും. ഇനി എന്ന് വരും? വരും, ഈ ആഴ്ച ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച വരും. ഇവിടെ വരും, ഇത് കാണാൻ വേണ്ടി വരും. ഇത് കാണാൻ വേണ്ടി വരും. അടുത്ത ഞായറാഴ്ച വരുമെന്നാണ് ഗൈസ് പറയുന്നത്. അപ്പം ഗൈസ് നമ്മളിപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടണും കൂടെ അടിക്കണം. പറ. ബെൽ ബട്ടൺ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.